Welcome to Triple Profit Analytics Weekly Stock Market View Data 24th January. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 26th ജാനുവരി മുതൽ 30th ജാനുവരി വരെയുള്ള വീക്കാണ്. എന്തായാലും 26th റിപ്പബ്ലിക് ഡേയുടെ ഹോളിഡേ ആണ്. അതുകൊണ്ട് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് 4 വർക്കിംഗ് ഡേയ്സ് മാത്രമാണുള്ളത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ മാർക്കറ്റിൽ വലിയൊരു സെൽ ഓഫ് കാണുകയുണ്ടായി. നിഫ്റ്റി 645 പോയിൻറ്റ്സിൻ്റെ വലിയൊരു സെൽ ഓഫോട് കൂടി 2% താഴ്ന്ന് 25,048 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാം നിഫ്റ്റി 26,373 എന്നുള്ളൊരു പുതിയ ലൈഫ് ടൈം ഹൈ ടെസ്റ്റ് ചെയ്തിട്ട് അധികം ദിവസം ആയിട്ടില്ല. അവിടെ നിന്നാണ് ഇത് വളരെ വലിയൊരു സെൽ ഓഫോട് കൂടി ഓൾമോസ്റ്റ് ഒരു 1,300 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു കറക്ഷൻ അതോടുകൂടി 25,048 വന്ന് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ വീക്കിൽ സെൻസെക്സും 2032 പോയിൻറ്റിൻ്റെ വലിയൊരു സെൽ ഓഫോട് കൂടി 81,537 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 57,145 ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 2,722 പോയിൻറ്റ്സിൻ്റെ കറക്ഷനാണ് നിഫ്റ്റിയിലെ മിഡ് ക്യാപ്പിലുണ്ടായിട്ടുള്ളത്. അതുപോലെ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ 1,009 പോയിൻറ്റ്സിൻ്റെ കറക്ഷനോട് കൂടി 16,352 നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ കണ്ട വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, ഒരുപക്ഷെ നമുക്കറിയാം കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ ഒരു വർഷത്തിലധികമായിട്ട് മിഡ് ക്യാപ്പ് അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിലൊക്കെ വലിയൊരു കറക്ഷൻ നടക്കുന്നത് നമ്മൾ കാണുകയുണ്ടായില്ല. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മൾ ആ ഒരു കറക്ഷന് ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ കണ്ടു, ഓൾമോസ്റ്റ് ഒരു മാർച്ച് 24 സെബി ഒരു പുതിയൊരു ഒരു ഡിസിഷൻ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളോടൊക്കെ ഒരു ആംഫിയും അതുപോലെ തന്നെ സെബിയും പറയുകയുണ്ടായി അവരോട് സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലൊക്കെ അവരുടെ ഒരു സ്ട്രെസ് ടെസ്റ്റ് നടത്താനായിട്ടുള്ളൊരു ഒരു റിക്വസ്റ്റ് കൊടുക്കുകയുണ്ടായി. അപ്പോൾ അതിനെ തുടർന്ന് അവരെ സംബന്ധിച്ചിടത്തോളം കുറേയധികം മിഡ് ക്യാപ്പുകളിലും സ്മോൾ ക്യാപ്പുകളിലൊക്കെ കുറേയധികം റെസ്ട്രിക്ഷൻസ് അതിന് ശേഷം അവർക്ക് കൊണ്ടുവരേണ്ടി വന്നിരുന്നു. അതിനെ തുടർന്ന് നമുക്കറിയാം കുറേ AMCകളെ അവരുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് സ്മോൾ ക്യാപ്പ് സ്കീമുകളിലേക്ക് പുതിയതായിട്ട് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതൊക്കെ നിർത്തിവെക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൽ ഓരോ പാൻ ബേസ്ഡ് ആയിട്ട് ലിമിറ്റുകൾ കൊണ്ടുവന്നവരുണ്ട്. കുറേയധികം സ്വിച്ചിങ് സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിലേക്ക് അവരുടെ സ്കീമുകളിലേക്ക് ഉള്ളത് നിർത്തിവെച്ചവരുണ്ട്. അങ്ങനെയൊക്കെ അത് കുറേയധികം റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരികയുണ്ടായി. പക്ഷേ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഓൾമോസ്റ്റ് ജനുവരി 23 ICICI പ്രൊഡൻഷ്യൽ സ്മോൾ ക്യാപ്പ് ഫണ്ട് അവരുടെ ഇപ്പോഴത്തെ സ്മോൾ ക്യാപ്പ് ഫണ്ടിലേക്കുള്ള സബ്സ്ക്രിപ്ഷൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇനി ഫ്രഷായിട്ട് റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ അവർ സ്മോൾ ക്യാപ്പ് അവരുടെ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനം പ്രഖ്യാപിക്കുകയുണ്ടായി. അതായത് ഇതൊരു ഇൻഡിക്കേഷനാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ കുറച്ച് സമയത്തേക്ക് ഹയർ വാല്യുവേഷനിൽ വന്ന സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിൽ നിന്നൊക്കെ കുറച്ച് സമയം മാറി നിന്നതുകൊണ്ടാണ് ഈ സ്റ്റോക്കുകളിൽ പലതും ഇതുപോലെയുള്ള ഹെവി ആയിട്ടുള്ള ഒരു കറക്ഷനിലൂടെ കടന്നു പോയത്. അപ്പോൾ അതിനുശേഷം അവരിപ്പോൾ പുതിയതായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ റിഫ്ലക്ഷൻ പല സ്റ്റോക്കുകളിലും നമ്മളിനി വരും ദിവസങ്ങളിൽ കാണും. കാരണം ആ സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിലേക്ക് മ്യൂച്വൽ ഫണ്ടുകളിലേക്കൊക്കെ കൂടുതൽ ഫണ്ട് വരാൻ തുടങ്ങുന്നത് അവർ ഈ സ്റ്റോക്കുകളിലേക്ക് ഇപ്പോൾ വളരെ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളൊക്കെ വളരെ ബീറ്റ് ഉണ്ടാവണമായിട്ട് പലതും നമുക്കറിയാം 40%, 30% അധികമൊക്കെ കറക്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ അതിൽ അങ്ങനെയുള്ള അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാല്യുവേഷൻ വളരെ റീസണബിൾ ആയിട്ടുള്ള ലെവലിലേക്ക് വന്നിട്ടുള്ള നല്ല സ്റ്റോക്കുകളിലേക്ക് ഈ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പല സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളും റീബൗണ്ട് ചെയ്യുകയും വളരെ ഫാസ്റ്റായിട്ട് തന്നെ 30%, 40% റീബൗണ്ട് ചെയ്യുകയും ചെയ്യും. അതാണ് ഈ ഒരു ഡിസിഷൻ വന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വരും ദിവസങ്ങളിൽ ICICI പ്രൊഡൻഷ്യൽ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ മറ്റു മ്യൂച്വൽ ഫണ്ട് ഹൗസുകളും അവരുടെ സ്മോൾ ക്യാപ്പ് ഫണ്ടിലേക്ക് കൂടുതൽ എമൗണ്ട് ആഡ് ചെയ്യാനായിട്ട് തുടങ്ങും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മ്യൂച്വൽ ഫണ്ട് ഹൗസിന് അവരുടെ സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിലേക്ക് അഡീഷണലായിട്ട് ഫണ്ടുകൾ സ്വീകരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാതെ അവരുടെ ബിസിനസ് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അല്ലേ. അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു വാല്യുവേഷൻ ഹയർ ലെവലിൽ വന്നപ്പോൾ പലരും നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവരെല്ലാം റീസ്റ്റാർട്ട് ചെയ്യും. കാരണം പല സ്റ്റോക്കുകളും വളരെ നല്ല വാല്യുവേഷനിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ തന്നെ വളരെ നല്ല റിസൾട്ട്സ് ഡിക്ലെയർ ചെയ്യുന്ന സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകൾ ഇപ്പോഴുണ്ട്. അപ്പോൾ അത് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകൾ
വളരെ നല്ല വാല്യുവേഷനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓരോ സൈക്കിളുകളിൽ കൂടെ കടന്നു പോകുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വളരെ രസമായിട്ടുള്ളൊരു കാർട്ടൂണാണ് ഞങ്ങൾ കാണുന്നത്. നോക്കൂ, കഴിഞ്ഞ വർഷത്തിൽ 2024 സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ ആ കൗണ്ടറിൽ വലിയ ക്യൂ ആയിരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുമല്ലോ. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ സ്മോൾ ക്യാപ്പുകളുടെ ആ കൗണ്ടറിൽ ആരും തന്നെ ക്യൂവിലില്ല എന്നുള്ളത് നമുക്ക് കാണാം. അതായത് കൃത്യമായിട്ട് വാല്യുവേഷൻ വളരെ നല്ല താഴെ ലെവലിലേക്ക് വന്നിരിക്കുന്ന സമയത്താണ് സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ കൂടുതൽ വാങ്ങുകയും എക്സിസ്റ്റിംഗ് സ്റ്റോക്കുകളിൽ ആഡ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത്. ആ സമയത്ത് നമ്മൾ ഇവിടെ ഒരു യൂഫോറിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ പല ഇൻവെസ്റ്റേഴ്സും വാങ്ങാനായിട്ട് മടിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്നൊരു നമ്മളൊരു കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ്. അതേസമയം നോക്കൂ, നമ്മൾ അതിന് മുകളിൽ നിങ്ങൾക്ക് കാണാം സിൽവർ 50,000 ട്രേഡ് ചെയ്യുന്ന സമയത്ത് ആരും തന്നെ സിൽവർ വാങ്ങാനുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം സിൽവറിൻ്റെ റേറ്റ് 3 lakhs വന്നപ്പോൾ അവിടെ വലിയ ക്യൂ ആണ്. ഇപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ സിൽവർ വാങ്ങാനായിട്ട് പല ETF-കളും സിൽവറിൻ്റെ ETF-കളൊക്കെ വലിയ പ്രീമിയത്തിൽ ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ NAV-യേക്കാളൊക്കെ വളരെ ഹയർ വാല്യൂ പ്രീമിയം കൊടുത്തുകൊണ്ട് ആയിരുന്നു പല ETF-കളും പലരും വാങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പ്രീമിയം അങ്ങനെ കൂടുന്നതൊക്കെ. ഇപ്പോൾ സിൽവറാണ് ഇപ്പോഴത്തെ ഒരു യൂഫോറിയ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെറ്റൽ എന്നുണ്ടെങ്കിൽ ഒരു അസറ്റ് ക്ലാസ് ആണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾക്കിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ സംസാരിക്കുന്ന പല കാര്യങ്ങളും ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് നമുക്ക് എന്തിനെയൊക്കെ വാങ്ങി അതിലൂടെ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം എന്ന പ്രോഡക്ട്സാണ് ബേസിക്കലി ഞാൻ ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഗോൾഡിൻ്റെ ETF പലപ്പോഴും നമ്മുടെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് പല ഗോൾഡിൻ്റെ ETF-കളും വാങ്ങി ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റോക്കുകൾ വാങ്ങി നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു കാര്യം കൂടെ ഉള്ളത്, സിൽവറിൻ്റെ ETF കൂടെ വാങ്ങാമെന്നുള്ളത് ഒരു പക്ഷേ പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും. NSE-യിൽ സിൽവറിൻ്റെ ETF കൂടെ നമുക്ക് വാങ്ങി ഇതുപോലെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. കാരണം നമ്മൾ സിൽവറിനെ ഞാൻ ബേസിക്കലി ഇഗ്നോർ ചെയ്യാറുള്ള ഒരു ETF ആണ്. അതുകൊണ്ട് കാരണം അതിലൊരു വലിയ ഫ്ലക്ച്വേഷനുള്ള ഒരു മെറ്റലാണ് സിൽവർ എന്നുള്ളത്. പക്ഷേ ഗോൾഡിൻ്റെ പോലെ നമുക്ക് സെൻട്രൽ ബാങ്ക്സിൻ്റെ ഒക്കെ ആ ഡിമാൻഡ് ഉള്ളതും അതുപോലെ തന്നെ നമുക്ക് ഇത്രയും സെക്യൂരിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് അല്ല സിൽവർ എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. അത് എൻ്റെ ഒരു തെറ്റായ ധാരണയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സിൽവർ പ്രൂവ് ചെയ്തത്. അപ്പോൾ നമുക്കെപ്പോഴും നമ്മൾ ശരിയാവണമെന്നൊന്നുമില്ല അല്ലേ. അപ്പോൾ അതിൽ സിൽവർ സത്യത്തിൽ കഴിഞ്ഞ വർഷം 200% റിട്ടേൺ നൽകിയത്. അതൊരു വലിയ റാലി ആയിരുന്നു. ഈവൻ എൻ്റെ കയ്യിൽ ഒറ്റ സിൽവറിൻ്റെ ETF പോലും ഇരുന്നില്ല എന്നുള്ളത് ഞാനിപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. എന്തായാലും സിൽവർ ഇനി വാങ്ങണോ വേണ്ടേ എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ ഇന്നത്തെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ വീഡിയോയിൽ കവർ ചെയ്യുന്നൊരു പോയിൻ്റാണ്. അതിൻ്റെ കാരണം എങ്ങനെ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടും അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ടും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളൊരു പോർട്ട്ഫോളിയോ നമുക്ക് ബിൽഡ് ചെയ്യാം എന്നുള്ള ഒരു തീം ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ വീഡിയോ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്യുന്ന ഒരു ബേസിക് പോയിൻറ്റും സിൽവറും ഗോൾഡും അതോടൊപ്പം തന്നെ ഈ സിൽവറിൻ്റെ ഈ റാലിയിൽ എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഏത് സ്റ്റോക്കുകൾക്കായിരിക്കും വരുന്ന ദിവസങ്ങളിൽ ബെനിഫിറ്റ് ഉണ്ടാകുക എന്നുള്ളതായിരിക്കും നമ്മൾ ഇന്നത്തെ ബേസിക്കായിട്ട് വീഡിയോയിൽ കവർ ചെയ്യുക. മാർക്കറ്റിൻ്റെ ഡൗൺ സൈക്കിളിനെ ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഒരു സൈക്കോളജിക്കലി നമ്മളെ ബീറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് മാർക്കറ്റ് താഴേക്കൂടെയുള്ള ഒരു മുകളിൽ എത്തിയതിന് ശേഷം അടുത്തൊരു താഴേക്കുള്ളൊരു യാത്ര ഒരു സാധാരണക്കാരനെ, അതായത് ഒരു മാർക്കറ്റിലേക്ക് ഇനീഷ്യലി വന്നിട്ട് എക്സ്പീരിയൻസ്, ഒരു മാർക്കറ്റിൻ്റെ ക്രാഷ് എക്സ്പീരിയൻസ് ഇല്ലാത്ത അയാൾക്ക് ഫേസ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിയതിന് ശേഷം അത് താഴെ പോവുകയും അതിനുശേഷം ആ സ്റ്റോക്ക് വീണ്ടും ഉയർന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ആ പീരീഡിൽ പോർട്ട്ഫോളിയോയിൽ ഒരു സ്റ്റോക്ക് ഒരു നോഷണലായിട്ടുള്ള ലോസാണ്. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലോസായിട്ട് തന്നെയാണ് നമ്മുടെ മൈൻഡ് അതിനെ റീഡ് ചെയ്യുക. അപ്പോൾ അത് നോഷണൽ ലോസാണ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം എടുക്കും. നമ്മുടെ
അത് ആ ഒരു പീരിയഡ് ഉണ്ടല്ലോ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിൽക്കുക എന്നുള്ളത് ആണ് നമുക്കതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ട ഓരോ പീരീഡ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യമാണ് ഇതിൽ മാർക്കറ്റ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു മാർക്കറ്റിൻ്റെ ഒരു സൈക്കിളാണ്. നമുക്ക് കാണാം കോവിഡിന് ശേഷമുള്ള ഒരു വലിയൊരു ആ സമയത്ത് മാർക്കറ്റിൻ്റെ ക്രാഷിൽ ഒരു ഡിപ്രഷൻ ലെവലിലേക്ക് മാർക്കറ്റ് പോയതിന് ശേഷം അവിടെ നിന്നൊരു എക്സ്പാൻഷനിലൂടെ വന്ന മാർക്കറ്റ് വീണ്ടും പീക്കിലേക്ക് വരികയും അതിനുശേഷം നമുക്കറിയാം ഒരു റിസഷൻ്റെ കൂടെ മൂവ് ചെയ്ത് ആണ് ഇപ്പോൾ വീണ്ടും അതൊരു ഡിപ്രഷൻ ലെവലിലാണ് ഈ സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്ന പല ക്ലയൻസും വളരെ വലിയ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ എൻ്റെ ഒരു ക്ലയൻറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോക്ക് താഴുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ റിയാലിറ്റിയെ ഫേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്തുകൊണ്ടാണ് ഒരു സ്റ്റോക്ക് വാങ്ങിയതിന് ശേഷം താഴെ പോകുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം അദ്ദേഹം ഒരു ന്യൂ ജനറേഷൻ ഇൻവെസ്റ്റർ കഴിഞ്ഞ കോവിഡിന് ശേഷം ഒരു 2023 വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല ഒരു സ്റ്റോക്ക് താഴെ പോയതിന് ശേഷം തിരിച്ചു വരാൻ. ഒരു ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഈവൻ ഫിനാൻഷ്യൽ പെർഫോമൻസ് എല്ലാ ക്വാർട്ടറിലും നല്ലതാണ്. എല്ലാ പാരാമീറ്റേഴ്സും ഫണ്ടമെൻ്റൽസ് നല്ലതുപോലെ കണ്ടിന്യൂ ചെയ്യുകയും പ്രൊമോട്ടർ ആ സ്റ്റോക്കുകൾ അതുപോലെ തന്നെ ഹോൾഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് മാനസികമായിട്ട് ആ പ്രഷർ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതേപോലെ തന്നെ നമ്മുടെ സിർമ എന്നുള്ള സ്റ്റോക്ക്, ഈ വ്യക്തി തന്നെ സിർമ എന്നുള്ള സ്റ്റോക്ക് ഉയർന്ന് കുറച്ച് സമയം ഒരു താഴെ ലെവലിൽ ട്രേഡ് ചെയ്തപ്പോൾ അദ്ദേഹം ആ സ്റ്റോക്ക് ഒരിക്കലും കയറില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം എക്സിറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് പിന്നീട് അത് 100% പ്രോഫിറ്റിലേക്ക് മൂവ് ചെയ്തത്. അപ്പോൾ അതായത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ഗെയിം തന്നെയാണ്. അവിടെ നമ്മൾ ആ ഒരു ഗെയിമിൽ നമ്മൾ ഫെയിലിയർ ആകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്, എസ്പെഷ്യലി പുതിയതായിട്ട് മാർക്കറ്റിൽ വരുന്നവർ. അപ്പോൾ അവിടെ നമ്മൾ ഇതൊരു സൈക്കിളാണെന്നുള്ളതും ഇതിലൂടെ ഒരു യുഫോറിയ കഴിഞ്ഞ് പിന്നൊരു നമ്മളൊരു പലപ്പോഴും മാർക്കറ്റിൻ്റെ ഒരു ഡൗൺ സൈക്കിളിലൂടെ ഒരു ഡിപ്രഷൻ മൂഡിലൂടെ കടന്നു വന്നതിന് ശേഷമാണ് വീണ്ടും റിക്കവറി കഴിഞ്ഞ് നമ്മൾ മാർക്കറ്റിൻ്റെ അടുത്ത ഒരു പീക്കിലേക്കൊക്കെ മൂവ് ചെയ്യുക. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ അത് അവിടെ നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടത് ഈ യുഫോറിയയിലോ അല്ലെങ്കിൽ ആ ലെവലിൽ എക്സിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് താഴെ ലെവലിൽ മാർക്കറ്റ് ഓവർ സോൾഡ് ആകുന്ന സമയത്ത് എൻട്രി ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്, ഐഡിയലാണ്. പക്ഷേ പ്രാക്ടിക്കലി എപ്പോഴും നമുക്കത് ചെയ്യാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും ഒരു സ്റ്റോക്ക് ടാർഗറ്റിൽ മുകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറയുന്നത്. അതേസമയം നമ്മളൊരു സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ഈ സൈക്കിളിലൂടെ പീക്കിലൂടെ കടന്നു പോയി കഴിഞ്ഞിട്ട് പീക്കിലാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റോക്ക് താഴെ വന്ന് വീണ്ടും പീക്കിലേക്ക് വരുന്നത് വരെയും നമ്മൾ ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. ആ പീരിയഡിൽ പറ്റുമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്റ്റോക്കുകളിൽ ലോവർ ലെവലിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇതുകൊണ്ടാണ് ബേസിക്കലി ട്രിപ്പിൾ പ്രോഫിറ്റ് അനലറ്റിക്സിൻ്റെ റെക്കമെൻഡേഷൻസ് എല്ലാവരും ബൈ ബിലോ എന്ന് പറയുന്നതിൻ്റെ ബൈ ബിലോ ഒരു 150 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റോക്കിന് ഒരു കറക്ഷൻ മൂഡിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് 150ക്ക് താഴെ നമുക്ക് 130 വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും സ്റ്റോക്ക് 110ലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും കുറച്ചുകൂടെ ആഡ് ചെയ്യാനും 100 ലെവലിൽ വീണ്ടും ആഡ് ചെയ്യാനൊക്കെ പറ്റണം. അതുകൊണ്ടാണ് ഈ ബൈ ബിലോ എന്നുള്ള ഒരു കാര്യം പറയുന്നത്. കാരണം നമ്മൾ ഒരു സ്റ്റോക്ക് ഫണ്ടമെൻ്റലി നല്ല കമ്പനിയാണോ നല്ല ബിസിനസ് മോഡലാണോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൻ്റെ അടുത്ത ഒരു കറക്ഷൻ ഫേസിലൂടെയാണ് ഈ സ്റ്റോക്ക് കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്യുക. കാരണം ഈ കമ്പനി നല്ല ബിസിനസ് മോഡലാണ് ചെയ്യുന്നത്. ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് അടുത്ത അപ്പ് സൈക്കിളിൽ നമുക്ക് വളരെ നല്ല പ്രോഫിറ്റോട് ബുക്ക് ചെയ്യാമെന്നുള്ളത് കൊണ്ടാണ് നമ്മളതിനെ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ മാർക്കറ്റിൻ്റെ സൈക്കിള് മനസ്സിലാക്കാത്തവർ പലപ്പോഴും ഈ മാർക്കറ്റിൻ്റെ ഡൗൺ സൈക്കിളിൽ എക്സിറ്റ് ചെയ്യും എന്നുള്ളത് ആണ് ഏറ്റവും മാർക്കറ്റിൽ എല്ലാവരും ചെയ്യുന്ന ഏറ്റവും വലിയൊരു അബദ്ധം. അതിൽ എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് നമ്മളിപ്പോൾ നോക്കൂ, ഇതുപോലെയുള്ള നമ്മളൊരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ ഈ റോളർ കോസ്റ്റൽ റൈഡുകളൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൽ നമ്മൾ പലപ്പോഴും ഒരു റൈഡിൽ കയറുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കണം ഈ റൈഡിൽ
നമുക്ക് കയറി കഴിഞ്ഞാൽ പേടിയാകും അല്ലെങ്കിൽ ഇതിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ബേസിക്കലി നമുക്ക് എൻജോയ് ചെയ്യാനാണല്ലോ നമ്മൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് എൻജോയ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാം എന്നുറപ്പുള്ള റൈഡുകളിലാണല്ലോ നമ്മൾ കയറാറുള്ളൂ. ഞാൻ അങ്ങനെയാണ്. എനിക്ക് ചില റൈഡുകളൊക്കെ എനിക്ക് കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ അവോയ്ഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ബേസിക്കലി നോക്കൂ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു ഒരു റോളർ കോസ്റ്റർ റൈഡ് തലകീഴേക്ക് യാത്ര ചെയ്തതിന് ശേഷം നേരെ വന്ന് ആ റൈഡ് അവസാനിച്ച് നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ഇറങ്ങിപ്പോരുമല്ലോ. അപ്പോൾ നമ്മൾ ബേസിക്കലി നോക്കുകയാണെങ്കിൽ ഈ റോളർ കോസ്റ്റർ ആ റൈഡ് ആക്ച്വലി ഇതുപോലെ മുകളിലേക്കും താഴേക്കൊക്കെ പോകാൻ വേണ്ടിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതുപോലെ വൊളാറ്റിലിറ്റി ഉണ്ടാകും. അതിൽ വൊളാറ്റിലിറ്റി സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു പാർട്ട് ആൻഡ് പാർസലാണ്. അപ്പോൾ അത് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കണം. പക്ഷേ നമ്മൾ ചെയ്ത ഡിസിഷൻസ് ശരിയാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ സക്സസ്ഫുള്ളായിട്ട് അവസാനിക്കാൻ സാധിക്കും. നമുക്ക് പ്രോഫിറ്റിൽ നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിനിടയിൽ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ റോളർ കോസ്റ്റർ റൈഡിൽ ഇരുന്നുകൊണ്ട് അവിടെ നിന്ന് പകുതി വെച്ച് എടുത്ത് ചാടിക്കഴിഞ്ഞാലുണ്ടാകുന്നത് വളരെ പെയിൻഫുള്ളായിട്ടുള്ളൊരു റിസൾട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ്, എക്സാക്ട്ലി അത് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ഡൗൺ സൈക്കിളിൽ നമ്മൾ പേടിച്ച് എടുത്ത് ചാടാതിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ വെൽത്തിൻ്റെ ഒരു 20% സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ബോറോഡ് മണി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഡൗൺ സൈക്കിൾ ഒരു പക്ഷേ നമ്മൾ വിചാരിച്ചതിനേക്കാളൊക്കെ കുറച്ച് കൂടുതൽ പീരീഡ് പോയെന്നിരിക്കുക. ആരും വിചാരിച്ചിട്ടില്ല US പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്നു കഴിയുമ്പോൾ ഇത്രയധികം ഇഷ്യൂസ് ആൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്ന കുറേയധികം ഇഷ്യൂസ് ഈവൻ നമുക്കറിയില്ല, ഈ യൂസിന് തന്നെയാണ് അത് നെഗറ്റീവായിട്ട് ഇമ്പാക്ട്സ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡിസിഷൻസ് അവിടെ നിന്ന് നമുക്കറിയാം, ട്രംപിൻ്റെ ഭാഗത്ത് ഇതുപോലെയുള്ള നെഗറ്റീവ് ഡിസിഷൻസ് വരുമ്പോൾ നമുക്ക് അത് ഗ്ലോബലി തന്നെ എല്ലാ കൺട്രീസിനെയും ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിനെയും ബാധിച്ചിട്ടുണ്ട് അവരേക്കും. അതുകൊണ്ട് തന്നെയാണ് ഒരു നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യയുടെ കറൻസി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ വലിയ രീതിയിൽ ഡിപ്രീസിയേറ്റ് ചെയ്ത് 92 റുപ്പീസിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്ലോബലി ഒരു ഇഷ്യൂ ആയിട്ട് മാറി നിൽക്കുകയാണ്. ഇത് ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. ഈ ട്രെൻഡ് കുറച്ച് ദിവസം കൂടെയൊക്കെ കണ്ടിന്യൂ ചെയ്യാവുന്നതുകൊണ്ട്, പക്ഷേ എന്തായാലും ഇന്ത്യയുടെ നമുക്ക് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഇതിനെയെല്ലാം മറ്റു രാജ്യങ്ങളിലേക്ക് കുറേയും കൂടിയും ഫലപ്രദമായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. തന്നെയല്ല ഇന്ത്യയുടെ പല തീരുമാനങ്ങളും ശരിയാണ് താനും. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ ഇന്ത്യ ഇതിനൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിലൊരു പീരിയഡ് നമുക്ക് ഇവിടെ പറയാൻ സാധിക്കില്ല. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതൊരു വൊളാറ്റിലിറ്റി എന്നുള്ളത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു പാർട്ട് ആൻഡ് പാർസലാണ്. അവിടെ നമ്മളതിനെ ഫേസ് ചെയ്യുക. അത് കഴിഞ്ഞ് വരുന്ന റിസൾട്ട് എന്തായാലും സക്സസ്ഫുള്ളായിരിക്കും, സന്തോഷമുള്ളതായിരിക്കും എന്നുള്ളത് എപ്പോഴും മനസ്സിൽ കീപ്പ് ചെയ്യുക. നമ്മളൊരു അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ എക്സ്പീരിയൻസ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ എക്സ്പീരിയൻസും എപ്പോഴും കമ്പയറബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് നമുക്ക് തരിക. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ എല്ലാവരും ഈ ഗോൾഡ് വാങ്ങുന്നത് കാണുമ്പോൾ, എസ്പെഷ്യലി നമുക്കറിയാം നമ്മുടെ ഫാമിലീസിലൊക്കെ ഒരു പരമ്പരാഗതമായിട്ട് ഗോൾഡ് മേടിക്കുന്ന ഒരു സ്വഭാവം തന്നെ ഉണ്ടായല്ലേ. അപ്പോൾ എസ്പെഷ്യലി ലേഡീസ് ആയിരിക്കാം, പക്ഷേ വീട്ടിൽ നമുക്കറിയാം മുതിർന്നവരും ഗോൾഡ് മേടിക്കുക എന്നുള്ളത് എസ്പെഷ്യലി ഒരു നല്ല കാര്യം, അല്ലെങ്കിൽ അതിനൊരു കൺസർവേറ്റീവായിട്ടുള്ള ഒരു രീതിയിൽ ചെയ്യുന്നതാണെന്നുള്ളത് ഞാൻ കാണുമ്പോൾ എനിക്കത് കൃത്യമായിട്ടത് എന്തിനാണെന്ന് മനസ്സിലാകാറില്ല. പിന്നീട് അതിൻ്റെ വില ഉയരാൻ തുടങ്ങിയപ്പോൾ അത് ഒരു വലിയ മോശമില്ലാത്തൊരു ഐഡിയ ആണെന്ന് നമുക്ക് തോന്നാൻ തുടങ്ങിയിരുന്നു. പക്ഷേ നമ്മളിത് വർഷങ്ങൾ, അതായത് നമ്മളെ കുറേ തലമുറകളായിട്ട് നമ്മൾ ഈ ഗോൾഡ് വാങ്ങുകയും കീപ്പ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു പാരമ്പര്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നല്ലോ. അപ്പോൾ അന്ന് ഒരുപക്ഷെ നമ്മളാരും ചിന്തിക്കാത്ത വലിയ രീതിയിലുള്ള വലിയൊരു റിസൾട്ടാണ് നമ്മൾക്കിപ്പോൾ ഗോൾഡിൻ്റെ വാല്യൂ. നമുക്കറിയാം കഴിഞ്ഞൊരു വർഷത്തിൽ തന്നെ ഓൾമോസ്റ്റ് 80% ഗോൾഡിൻ്റെ വാല്യൂ മുകളിലേക്ക് പോകുകയുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഗോൾഡിൻ്റെ ഇൻ്റർനാഷണൽ റേറ്റ് $4,950 പെർ ഔൺസിനൊക്കെ മുകളിലേക്കൊക്കെ വന്നപ്പോൾ വലിയ
വാല്യുവേഷനിലേക്ക് ഇന്ത്യൻ ഹൗസ് ഹോൾഡ്സിൻ്റെ വീടുകളിലുള്ള സ്വർണത്തിൻ്റെ വില കൂടി എന്നുള്ളതാണ്. അപ്പോൾ അതായത് നോക്കൂ, നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ്, ഇന്ത്യൻ ഹൗസ് ഹോൾഡ്സിൻ്റെ കയ്യിലുള്ളത് 34,600 ടൺസ് ഗോൾഡാണെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തിൽ മോർഗൻ സ്റ്റാൻലിയുടെ ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അതായത് ഇതൊരു $3.8 ട്രില്യൺ വാല്യൂ ഉള്ള അത്രയും ഗോൾഡ് നമ്മുടെ ഇന്ത്യക്കാരുടെ കയ്യിൽ പേഴ്സണൽ അസറ്റായിട്ടാണ്, ഗവൺമെൻറ്റിൻ്റെ അല്ല, പേഴ്സണൽ അസറ്റായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഒരു ഇൻ്റർനാഷണലായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ്റെ തന്നെ കണ്ടെത്തൽ. അത് ആക്ച്വലി ഇത് ഇന്ത്യയിലെ ഈ പേഴ്സണൽ ആൾക്കാരുടെ കയ്യിലുള്ള ഈ ഗോൾഡ് ഉണ്ടല്ലോ 34,600 ടൺസ് എന്നുള്ളത് പ്രധാനപ്പെട്ട സെൻട്രൽ ബാങ്ക്സിൻ്റെ യുഎസിൻ്റെയും ജർമ്മനിയുടെയും ഇറ്റലിയുടെയും ഫ്രാൻസിൻ്റെയും റഷ്യയുടെയും അതുപോലെ തന്നെ ചൈനയുടെയും കൂടെ ഒരുമിച്ച് കൂട്ടിയാൽ സെൻട്രൽ ബാങ്ക്സിൻ്റെ കയ്യിലുള്ള അതിനേക്കാൾ കൂടുതലാണ് ഇന്ത്യൻ ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലുള്ള ഗോൾഡ് എന്ന് ആലോചിക്കുമ്പോൾ അതാണ് നമ്മുടെ ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു അന്ന് അത്രയും നേരത്തെ തീരുമാനങ്ങൾ ഇതൊരു കൺസർവേറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് മൂവ് ചെയ്തതിൻ്റെ ഒരു വലിയ ബെനിഫിറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏത് രാജ്യങ്ങളുടെ കയ്യിലാണ്, സെൻട്രൽ ബാങ്ക്സിൻ്റെ കയ്യിലാണ് കൂടുതൽ ഗോൾഡ് ഉള്ളതെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം. ഇത് USA കയ്യിൽ 8,133 ടൺസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ജർമ്മനി 3,351 ടൺസും, ഇറ്റലി 2,451 ടൺസും, ഫ്രാൻസ് 2,437 ടൺസും, റഷ്യ 2,329 ടൺസും, ചൈന 2,292 ടൺസും, സ്വിറ്റ്സർലാൻഡ് 1,039ഉം, ഇന്ത്യ 879ഉം, ജപ്പാൻ 845ഉം. അങ്ങനെയാണ് രാജ്യങ്ങളുടെ ഗോൾഡ് ഹോൾഡിംഗ് വരുന്നത്. അപ്പോൾ നമുക്കിതിൽ മേജറായിട്ടുള്ള 5 രാജ്യങ്ങളുടെ ഹോൾഡിംഗ് കൂട്ടിയാൽ അതിനേക്കാൾ കൂടുതലാണ് 34,600 ടൺസ് എന്നുള്ള ഇന്ത്യൻ ഇൻഡിവിജ്വൽസ് ഹോൾഡ് ചെയ്യുന്ന ഗോൾഡിൻ്റെ ഒരു ക്വാണ്ടിറ്റി എന്നുള്ളത് നമുക്ക് കാണാമല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള വലിയ റാലികൾ ഈ അസറ്റ് ക്ലാസ്സിന് വരുമ്പോൾ നമ്മൾ വാല്യുവേഷനിലും കൂടുന്നു. അപ്പോൾ ഞാൻ ഇതിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഇതുപോലെ ഇത്രയും ഇന്ത്യൻ ഹൗസ് ഹോൾഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നതായിരുന്നു, സാർ ഇതുപോലെയുള്ള സത്യങ്ങളൊന്നും വിളിച്ച് പറയല്ലേ, ഇത് വീടുകളിൽ ഗോൾഡ് എത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പല കള്ളന്മാരും കേൾക്കും എന്നുള്ളത് ഒരു കമൻറ്റ് ഞാൻ കാണുകയുണ്ടായി. ഇപ്പോൾ എന്തായാലും നമ്മുടെ ഒരു ഹാബിറ്റ്, നമ്മുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ളൊരു ഹാബിറ്റ് നമ്മൾ വലിയ രീതിയിൽ പലരെയും റിച്ച് ആക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഒരുപക്ഷെ പലരും ഇത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാനിപ്പോഴും കരുതുന്നത്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡാറ്റ ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ കണ്ട ഒരു ഡാറ്റ നമുക്ക് നോക്കൂ, നമ്മുടെ ഇന്ത്യയുടെ നമ്മുടെ ഒരു ഡെറ്റ് പെർ പേഴ്സൺ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ വേൾഡിൽ നമ്മൾ ഏറ്റവും ഡെറ്റ് പെർ പേഴ്സൺ കടം ഒരു ഇൻഡിവിജ്വലിന് ഏറ്റവും കുറവ് കടമുള്ള രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് നമുക്ക് കാണാം. നമുക്കതിൽ കാണാം USA 100 lakhs ആണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ കടം. നമ്മൾ രാജ്യത്തിൻ്റെ കടം മൊത്തത്തിലെടുത്ത് ഒരാളുടെ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജപ്പാന് 99 lakhs ഉണ്ടെങ്കിൽ ഇറ്റലിക്ക് 51 lakhsഉം, സൗത്ത് കൊറിയയ്ക്ക് 15 lakhsഉം, ചൈനയ്ക്ക് 8 lakhs പെർ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ അത് 1.34 lakhs മാത്രമാണ് ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് കാണാം. നമ്മുടെ പോപ്പുലേഷൻ എത്രയുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് കാണാം ചൈനയും ഇന്ത്യയൊക്കെ ആയിട്ട് വലിയ അകലമുള്ളത് കാണാൻ നമുക്ക് ഈ ഡെറ്റ് കുറവാണെന്നുള്ളത് കാണാം. നമുക്കതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവാണ്. GDP ഗ്രോ ചെയ്യും, ഇന്ത്യയുടെ മറ്റുള്ള രീതിയിലൊക്കെ ഗ്രോ ചെയ്യുമ്പോഴും ഈ ഡെറ്റ് കുറവാണെങ്കിൽ ആ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഇൻട്രസ്റ്റ് എക്സ്പെൻസുകളൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതേസമയം നമുക്ക് കാണാം US-നെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് $35 ട്രില്യൺ കടമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇൻട്രസ്റ്റ് സർവീസ് ചെയ്യാനായിട്ട്, ഇൻട്രസ്റ്റ് ആ കടത്തിൽ നൽകാനായിട്ട് തന്നെ വർഷത്തിൽ വലിയ ഹ്യൂജ് എമൗണ്ട് വേണം. അതൊക്കെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അതുപോലെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളിപ്പോൾ കണ്ടു സിൽവറിൻ്റെ റേറ്റ് വലിയ രീതിയിൽ റാലി ചെയ്യുന്നത് കണ്ടു. അതുപോലെ തന്നെ നമ്മൾ സിൽവറിൻ്റെ ETF എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടാണ് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വാങ്ങി നമുക്ക്
ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾ മുമ്പ് നമ്മൾ ഈ സിൽവർ ബീസ് എന്നുള്ള നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ടിൻ്റെ സിൽവർ ETF ആണ് സിൽവർ ബീസ് എന്നുള്ളത്. അപ്പോൾ അത് അന്ന് സംസാരിക്കുമ്പോൾ 133 ലെവലിലായിരുന്നു അത് ട്രേഡ് ചെയ്തിരുന്നത്. നമുക്കറിയാം 85 ജനുവരി 25 ട്രേഡ് ചെയ്തിരുന്ന ഈ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ഇതിനു മുമ്പ് നമ്മൾ സംസാരിക്കുമ്പോൾ 133 ലെവലിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ വീക്കിൽ ഈ സിൽവർ ബീസ് റാലി ചെയ്ത് 298ലേക്ക് പോയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഞാൻ ഈ ഒരു ലെവലിൽ സിൽവർ ബീസ് വാങ്ങാനല്ല ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാൻ ഈ സിൽവർ ബീസ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിച്ച വലിയൊരു ഒരു റിട്ടേൺ ആണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തിൽ ഈ സിൽവർ ബീസ് നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തപ്പോൾ അതിനുശേഷം ഇതിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് സിൽവർ ബീസിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിനുശേഷം അതിൽ വലിയ പ്രോഫിറ്റ് കിട്ടിയെന്ന് എനിക്കൊരു നമ്മുടെ ഒരു വീഡിയോ ക്ലയൻറ്റുമാണ് അദ്ദേഹം, നമ്മുടെ വീഡിയോ കൂടി സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു ഡോക്ടർ ക്ലയൻ്റ് ഉണ്ട്. അദ്ദേഹം കണ്ടതിന് ശേഷം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിൽ സിൽവർ ബീസ് വളരെ നല്ല പ്രോഫിറ്റിലായി എന്ന് ഒരു കമൻറ്റ് പറയുകയുണ്ടായി. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ പലരും കണ്ടതുപോലെ പ്രോഫിറ്റ് നേടുകയും നമ്മൾ സംസാരിക്കുന്നത് കുറച്ച് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും നിങ്ങളിത് വാങ്ങൂ എന്ന് നമ്മൾ പറയാത്തത് നിങ്ങളുടെ ബുദ്ധി അപ്ലൈ ചെയ്തതിന് ശേഷം അതിനനുസരിച്ച് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് പബ്ലിക്കായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും നിങ്ങളത് ചെയ്യുമെന്ന് പറയാനായിട്ട് നമുക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് ആ സമയത്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഐഡിയാസാണ് പലപ്പോഴും നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഐഡിയാസാണ് പലപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. അതേസമയം ഇൻവെസ്റ്റ്മെൻറ്റിലും റിസ്കുകളുണ്ട് എന്നുള്ളതും കൊണ്ട് അറിഞ്ഞുകൊണ്ട് ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപക്ഷെ പലർക്കും ഈ ഗോൾഡും സിൽവറൊക്കെ ഈയിടെയായിട്ട് ഇതുപോലെ റാലി ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ നോക്കുകയാണെങ്കിൽ ഈ വെനൂസിലെയും ഗ്രീൻലാൻഡും അതുപോലെ ഇറാനും ഒക്കെ കുറിച്ച് പലപ്പോഴും ഡൊണാൾഡ് ട്രംപ് എടുക്കുന്ന പല തീരുമാനങ്ങളും അതുപോലെ കുറേ ത്രെട്ടുകളൊക്കെ അദ്ദേഹം പറയുന്നതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിബേസ്മെൻറ്റ് ട്രേഡ് എന്ന് പറയുന്ന ഒരു ട്രേഡ് നടക്കുന്നുണ്ട് ഇതിൻ്റെ ബേസ് ചെയ്തുകൊണ്ട്. കാരണം പല സോവറിൻ ബോൺസിൽ നിന്നും കറൻസിയിൽ നിന്നൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പലതും ഇതുപോലെയുള്ള ഹാർഡ് അസറ്റ്സ് ഗോൾഡിലേക്കും സിൽവറിലേക്കൊക്കെ മാറുകയാണ്. ഒരുപക്ഷെ വളരെ സേഫ് ഹെവൻ അസറ്റ്സിലേക്കുള്ള ഈ മൂവ്മെൻറ്റ് കുറേ പീരീഡിലേക്ക് ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ബേസായിട്ടുള്ള കാരണം ട്രംപ് എന്നുള്ള വ്യക്തിയുടെ ഒരു നേച്ചറാണ് അദ്ദേഹം. അത് തന്നെയല്ല അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടു US-ൻ്റെ ഇതുപോലെയുള്ള വലിയ ഡെറ്റ് സർവീസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹാർഷായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അതുപോലെ തന്നെ അവർ കുറേ കാലമായിട്ട് ഗ്ലോബലി പല ഓർഗനൈസേഷൻസിനെ അവർ ഫണ്ട് ചെയ്യുകയും നാറ്റോനെ ഫണ്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നതൊക്കെ ഇനി കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഫിനാൻഷ്യലി അവർക്ക് അത് മുന്നോട്ട് പോകുകയാണെങ്കിൽ അവർ വീണ്ടും ഡെറ്റ് ബർഡൻ കൂടുകയുള്ളൂ എന്നുള്ളതൊക്കെ അതിൽ നിന്നൊക്കെ പുറത്ത് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനഃപൂർവ്വമുള്ള കുറേ ഡിസിഷൻസാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. അതിപ്പോൾ ട്രംപ് മാറി വേറെ ആര് വന്നാലും ഇതിൽ നിന്നൊക്കെ വലിയ ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിൽവറിൻ്റെ കേസിൽ എനിക്കിത് അത്രയധികം ഒരു ഉറപ്പില്ലാത്തൊരു പ്രോഡക്റ്റ് കൂടി ആണ് കേട്ടോ. കാരണം ഞാൻ മുമ്പ് സിൽവർ വലിയൊരു റാലി നടത്തിയതിന് ശേഷം വലിയൊരു ക്രാഷ് ഞാൻ ജീവിതത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു പീരീഡിൽ കണ്ടതാണ്. കാരണം ഓരോ ചില ദിവസങ്ങളിലൊക്കെ 15% ഇതുപോലെ വലിയൊരു റാലി നടത്തിയതിന് ശേഷം ചില ദിവസങ്ങളിൽ 15% ഒക്കെ സിൽവർ കറക്റ്റ് ചെയ്ത് താഴേക്ക് പോകുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈവൻ നമുക്ക് സിൽവർ വിൽക്കാൻ പോലും പറ്റില്ല. കാരണം ഇത് ഓരോ ദിവസവും ഫ്ലോറിങ്ങിലായിരിക്കും ഇതുപോലെ 15%-ലധികമൊക്കെ പോകുന്നത്. അപ്പോൾ സിൽവർ എന്നുള്ള ഒരു പ്രോഡക്റ്റ് വളരെ കോഷ്യസായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റാണ്. ഒരിക്കലും ഞാൻ കമോഡിറ്റിയിൽ സിൽവറിൽ ട്രേഡ് ചെയ്യുന്നതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാറില്ല. അതേസമയം
നിങ്ങൾക്ക് ETF വഴി ഒരു ചെറിയ എമൗണ്ടിൻ്റെ അലോക്കേഷൻ സിൽവറിലേക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ നമ്മൾക്ക് എടുക്കാവുന്ന ഒരു സ്ട്രാറ്റജി. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ സിൽവറിൻ്റെ ഒരു റാലി ഒരു 200%, ഗോൾഡിൻ്റെ റാലി നോക്കുകയാണെങ്കിൽ ഒരു 80% പോലാണ് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വലിയ റാലി വന്നതിന് ശേഷം ഗോൾഡ് സിൽവർ റേഷ്യോ ഇപ്പോൾ ഒരു 50 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ പാൻഡമിക്കിൻ്റെ കോവിഡിൻ്റെ ആ പീരീഡിൽ നോക്കുകയാണെങ്കിൽ അപ് ടു 127 വരെയൊക്കെ പോയിരുന്ന ഒരു റേഷ്യോ ആണ് ഇപ്പോൾ 50 ലെവലിലേക്ക് വന്നിരിക്കുന്നത്. ഇതിന് ഒരു ആവറേജ് ഒരു 70 റേഷ്യോ, ഗോൾഡ് സിൽവർ റേഷ്യോ ഒരു 70-ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് വരും ദിവസങ്ങളിൽ വീണ്ടും ഒരു നോർമൽസിയിലേക്ക് ഒരു ആവറേജ് ഒരു 65-70ലേക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റി തന്നെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് എടുക്കാവുന്ന ഒരു ഈ ഒരു റേഷ്യോ വീണ്ടും 65-70 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡിൽ കുറേയധികം കൂടെ മുകളിലേക്ക് പോകാനുണ്ട് എന്നുള്ളത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതായത് ഗോൾഡ് ഇപ്പോൾ ഒരു $5,000 പെർ ഔൺസിന് താഴെയാണ് ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷത്തിൽ വീണ്ടും അതൊരു $1,000-ൻ്റെയും കൂടെയൊക്കെ മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോഴത്തെ ഈ ഗ്ലോബൽ സിറ്റുവേഷൻസ് വെച്ചുകൊണ്ടാണെങ്കിൽ. അതുകൊണ്ട് ഗോൾഡിലേക്കുള്ള അലോക്കേഷൻ കൂട്ടാവുന്നതും അതുപോലെ നമുക്ക് കുറേം കൂടിയും നമുക്ക് ഈ ഫ്ലക്ച്വേഷൻസിന് വരുന്ന സമയത്ത് ഗോൾഡിൽ നമുക്ക് കുറേ കൂടിയും മാനേജബിൾ സിറ്റുവേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഗോൾഡ് സിൽവറിനെ കമ്പയർ ചെയ്യുമ്പോൾ 80% മാത്രമാണ് കഴിഞ്ഞ വർഷത്തിൽ റാലി ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഗോൾഡിലേക്ക് ഒരു 75%, 25% സിൽവറിലേക്കും എന്നുള്ളൊരു അലോക്കേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ETF-കളിൽ നിന്നും ഇതുപോലെയുള്ള സിൽവറിൻ്റെ പ്രൈസ് റാലി ചെയ്തിട്ടുണ്ടെങ്കിലും സിൽവറിൽ നിന്നും ETF-കളിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഔട്ട്ഫ്ലോ ആണ് കണ്ടിട്ടുള്ളത്. അതായത് കുറേയധികം റിഡംഷൻ സിൽവർ ETF-കൾ കണ്ടിട്ടുണ്ട്. അതേസമയം ഗോൾഡിലേക്ക് ഇപ്പോഴും കൂടുതൽ ഫണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിൽവറിൻ്റെ ETF-ൻ്റെ ഈ ഒരു റാലി സസ്റ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ഗോൾഡിൽ ഇനിയും കുറേയധികം കൂടെ റാലി മുന്നോട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു ഡിസിഷൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ETF റൂട്ടിലൂടെ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, ഫിസിക്കൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേസമയം നമ്മുടെ അലോക്കേഷൻ ഒരു 75% ഗോൾഡിലേക്കും 25% സിൽവറിൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം 25% സിൽവറിലേക്കും എന്നുള്ളൊരു തീരുമാനമാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തായാലും ഒരു ഗോൾഡിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു റേഷ്യോയിൽ നിൽക്കുമ്പോൾ, ഈ ഗോൾഡ് സിൽവർ റേഷ്യോ 50-ൽ നിൽക്കുമ്പോൾ ഗോൾഡാണ് കുറേയും കൂടിയും നമുക്ക് കൂടുതൽ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തരുന്നതെന്നുള്ളത് മനസ്സിൽ കീപ്പ് ചെയ്യുക. അതുകൊണ്ട് ഈ ജിയോ പൊളിറ്റിക്കൽ അതുപോലെ തന്നെ ഈ മാക്രോ എക്കണോമിക് അൺസർട്ടനിറ്റി ഉള്ളതുകൊണ്ട് ഗോൾഡിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനിയും നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ സിൽവറിനെ വളരെ കോഷ്യസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുക. അതേസമയം നമ്മളൊരു കഴിഞ്ഞ ദിവസത്തിൽ സിൽവറിൻ്റെ ETF-കളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നോളേജ് ഇല്ല എന്നുള്ളത് പറയുകയുണ്ടായി പലരും. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ നമ്മളൊരു ETF എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട്, ആ ഫണ്ട് എല്ലാവരുടെ കയ്യിൽ നിന്നും പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്ത് അതിന് അവർ ഫിസിക്കലായിട്ടുള്ള സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിന് യൂണിറ്റ്സ് ആയിട്ട് വിൽക്കുന്നതിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട്. അത് NSE-ലും BSE-ലും നമുക്ക് വാങ്ങാവുന്ന എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട്സ്, മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ വിൽക്കുന്നതിനെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ സിൽവർ ETF അത് നോക്കുകയാണെങ്കിൽ നിപ്പോൺ ഇന്ത്യ സിൽവർ ETF ആണ് സിൽവർ ബീസ് എന്നുള്ള ട്രേഡിംഗ് സിമ്പിൾ. അതുപോലെ ICICI പ്രൊഡൻഷ്യൽ സിൽവർ ETF, HDFC സിൽവർ ETF, SBI സിൽവർ ETF, ടാറ്റ സിൽവർ ETF, ആക്സിസ് സിൽവർ ETF, മിറേ അസറ്റ് സിൽവർ ETF, ആദിത്യ ബിർള സൺ ലൈഫ് സിൽവർ ETF, അതുപോലെ കോട്ടക് സിൽവർ ETF, UTI സിൽവർ ETF. ഇതൊക്കെയാണ് മേജറായിട്ടുള്ള ETF-കൾ എന്നുള്ളത് മനസ്സിലാക്കുക. ഇതെല്ലാം നിങ്ങളുടെ NSE-യുടെ ബേസിക്കലി NSE-യിലാണ് കൂടുതൽ വോള്യം നടക്കുന്നത്. അപ്പോൾ NSE-യിൽ നിങ്ങൾ സാധാരണ ഒരു സ്റ്റോക്ക് എൻ്റെ സിമ്പിൾ സെലക്ട് ചെയ്യുന്നത് പോലെ തന്നെ
ഈ നെയിം പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് ETF-കളുടെ റേറ്റുകൾ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതിൽ പറ്റുമെങ്കിൽ നിങ്ങളൊരു ഗോൾഡിൻ്റെ ETF-ൻ്റെയും സിൽവറിൻ്റെ ETF-ൻ്റെയും ഓരോ വർക്ക്ഷീറ്റുകൾ സെപ്പറേറ്റ് നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഫ്ലക്ച്വേഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കതിൽ നോക്കിയാൽ കുറേ കൂടി മനസ്സിലാക്കാനായിട്ടും കൂടെ സാധിക്കും. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ ഗോൾഡിൻ്റെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഡിസ്കസ് ചെയ്തപ്പോൾ കാണിച്ച ഗോൾഡിൻ്റെ $US പെർ ഔൺസ് റേറ്റിൻ്റെ ആ ചാർട്ടാണ്. 4592 കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ട്രേഡ് ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ ഇന്ന് നോക്കൂ, കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ ഈ ചാർട്ട് എടുക്കുന്ന സമയത്ത് 4925 ഗോൾഡ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഓൾമോസ്റ്റ് $333 കഴിഞ്ഞ ഒരു വീക്കിൽ തന്നെ ഗോൾഡ് റാലി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാം വലിയൊരു മൂവ്മെൻ്റാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോൾഡിന് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഗോൾഡിൻ്റെയും പ്രധാനപ്പെട്ട ETF-കളുടെ പേര് കൂടെ ഞാനൊന്നുകൂടെ മെൻഷൻ ചെയ്യാം. എപ്പോഴും ഗോൾഡ് ബീസാണ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ETF. നിപ്പോൺ ഇന്ത്യയാണ് ഗോൾഡ് ബീസിൻ്റെ മ്യൂച്വൽ ഫണ്ട് ഹൗസ്. SBI ഗോൾഡ് ETF ഉണ്ട്, HDFCയുടെ ഗോൾഡ് ETF ഉണ്ട്, ICICI പ്രൂഡൻഷ്യൽ ഗോൾഡ് ETF ഉണ്ട്, കൊടാക് ഗോൾഡ് ETF ഉണ്ട്, UTA ഗോൾഡ് ETF ഉണ്ട്, ആക്സിസ് ഗോൾഡ് ETF ഉണ്ട്, ആദിത്യ ബിർള സൺ ലൈഫ് ഗോൾഡ് ETF ഉണ്ട്, ഇൻവെസ്കോ ഇന്ത്യ ഗോൾഡ് ETF ഉണ്ട്, ക്വാണ്ടം ഗോൾഡ് ഫണ്ട് ETF ഉണ്ട്, DSP ഗോൾഡ് ETF ഉണ്ട്, ഡെൽവൈസ് ഗോൾഡ് ETF ഉണ്ട്, മിറേ അസറ്റ് ഗോൾഡ് ETF ഉണ്ട്, LIC മ്യൂച്വൽ ഫണ്ട് ഗോൾഡ് ETF-ഉം, ബറോഡ BNP പാരിബ ഗോൾഡ് ETF, ടാറ്റ ഗോൾഡ് ETF, യൂണിയൻ ഗോൾഡ് ETF, ബന്ധൻ ഗോൾഡ് ETF, മോത്തിലാൽ ഓസ്വാൾ ഗോൾഡൻ ETF, 361 ഗോൾഡ് ETF, ഗ്രോ ഗോൾഡ് ETF, ആഞ്ചൽ വൺ ഗോൾഡ് ETF, ദ വെൽത്ത് കമ്പനി ഗോൾഡ് ETF, ചോയ്സ് ഗോൾഡ് ETF എന്നുള്ള ഇത്രയധികം ഗോൾഡ് ETF-കൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിലെല്ലാം നിങ്ങൾക്ക് ഈവൻ എല്ലാ മാസവും ഒരു 10 അല്ലെങ്കിൽ 50 ഒക്കെ വാങ്ങുന്ന രീതിയിലും ഇത് നേരത്തെ വാങ്ങാവുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പ്ലാൻ ചെയ്ത് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ പല ബ്രോക്കിംഗ് ഹൗസുകളുടെയും അവരുടെ പ്ലാറ്റ്ഫോമിൽ നമുക്കൊരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ ഇത്ര എണ്ണം വാങ്ങുന്ന രീതിയിലേക്ക്, ഇപ്പോൾ നമുക്കറിയാം ഗോൾഡ് ബീസ് 100 ETF വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഈക്വലൻ്റായിട്ട് 5 ഗ്രാമാണ്, 5 ഗ്രാംസാണ് വരുന്നത്. അപ്പോൾ ഒരു 5 ഗ്രാംസ് എല്ലാ മാസവും വാങ്ങുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്ത് ഗോൾഡ് അക്യുമുലേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും. അത് ഗോൾഡ് ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും ഈ ഡോളറിന് ഇതുപോലെയുള്ള US-ൻ്റെ ഇതുപോലെ കറൻസി US-ൻ്റെ ഡോളറിന് ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരികയാണ്. എല്ലാവരും US ഡോളറിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ കുറച്ചു കൊണ്ടുവരികയാണെന്നുള്ളത് ഗോൾഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്തായാലും വരും ദിവസങ്ങളിൽ കൂട്ടും. അത് എന്തായാലും ഗോൾഡിൻ്റെ പ്രൈസിനെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ മറ്റ് കൺട്രീസിലെല്ലാം ഗോൾഡ് എന്നുള്ളതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള മേജർലി സെൻട്രൽ ബാങ്ക്സിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടു ഇന്ത്യക്കാരുടെ സാധാരണക്കാരൻ്റെ ലൈഫിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എല്ലാവരുടെ വീടുകളിലും കല്യാണങ്ങളിലൊക്കെ ഒരു പാർട്ട് കൂടെ വരുന്നതാണ് ഗോൾഡ് ETF, ഗോൾഡിന് അല്ലേ, ഗോൾഡ് ഓർണമെൻറ്റ്സിന്. അപ്പോൾ ഗോൾഡ് വാങ്ങണം എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 10-15 വർഷത്തിൻ്റെ അപ്പുറത്തെ റിക്വയർമെൻ്റ് ആണെങ്കിലും ഇപ്പോൾ ഈ ഗോൾഡ് ETF റൂട്ടിലൂടെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണെന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ നോക്കൂ, നമ്മൾ ഈ സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും പ്രൈസുകൾ റാലി ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ സ്റ്റോക്കുകളിൽ എങ്ങനെ പ്രോഫിറ്റ് നേടാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് കാണാം. കുറച്ച് സ്റ്റോക്കുകൾ വളരെ നല്ല രീതിയിൽ കുറച്ച് ദിവസങ്ങളായിട്ടൊക്കെ പെർഫോം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും ഈ കമോഡിറ്റീസിൻ്റെ പ്രൈസ് മൂവ് ചെയ്യുന്ന സമയത്ത് പല സ്റ്റോക്കുകളും ഇതിനനുസരിച്ച് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വരാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ സിങ്കാണ്. അപ്പോൾ
ഈ ഹിന്ദുസ്ഥാൻ സിങ്ക് ആക്ച്വലി ഒരു സിൽവർ പ്രൊഡ്യൂസറും മൈനറും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കാണാം ഒരു 706 ലെവലിലേക്കൊക്കെ ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ പ്രൈസ് റാലി നടത്തി വന്നിട്ടുള്ളത്. അപ്പോൾ സിൽവറിൻ്റെ പ്രൈസിനെ അപ്വേർഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടതും മൂവ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളത് സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ സിങ്ക്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് വേദാന്ത എന്നുള്ള സ്റ്റോക്ക്. വേദാന്തയ്ക്കും ഇതുപോലെ ഈ സിൽവറിൻ്റെയൊക്കെ മൈനിങ്ങിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് ഒരു 694 ലെവലിലേക്ക് വലിയൊരു റാലി നടത്തി മൂവ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വേദാന്തയും വരും ദിവസങ്ങളിൽ മൂവ് ചെയ്യാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കമോഡിറ്റിയിലെ അപ്പ് സൈക്കിളുകൾ കഴിഞ്ഞ് കമോഡിറ്റികൾ പലപ്പോഴും വലിയൊരു റാലിക്ക് ശേഷം, ഞാൻ ഇമ്മീഡിയറ്റ് ഒരു കറക്ഷൻ അല്ല പറയുന്നത്, പക്ഷേ പലപ്പോഴും ഇതുപോലെയുള്ള ഒരു ഡൗൺ സൈക്കിളിലേക്ക് കമോഡിറ്റിൻ്റെ റാലിക്ക് ശേഷം മൂവ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് കമോഡിറ്റികളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം ആ സമയത്ത് ഇക്വിറ്റീസ് ഒരു പക്ഷേ ഒരു കറക്ഷൻ്റെ ബേസിലൂടെയാണ് കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറി ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റിയെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് ആക്ച്വലി നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. പല കമോഡിറ്റികളും ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമോഡിറ്റി ബേസ് ആയിട്ടുള്ള പല സ്റ്റോക്കുകളും നമ്മൾ കണ്ടു. നാഷണൽ അലുമിനിയം പോലുള്ള സ്റ്റോക്കുകളൊക്കെ വലിയ റാലിയിലൂടെ പോകുന്നുണ്ട്. അതേസമയം സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ പലതും വളരെ ബീറ്റൺ ഡൗൺ ആയിട്ട് 50%, 40%, 30% ഒക്കെ താഴെ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെയുള്ള ബീറ്റൺ ഡൗൺ സ്റ്റോക്കുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഇല്ലാത്ത രീതിയിലായിരിക്കും അങ്ങനത്തെ സ്റ്റോക്കുകൾ നിൽക്കുന്നത്. പക്ഷേ ഈ സൈക്കിൾ തിരിയുന്ന സമയത്ത് ഇങ്ങനെയുള്ള ബീറ്റൺ ഡൗൺ സ്റ്റോക്കുകൾ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ചേൺ ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള സ്റ്റോക്കുകൾ ഒന്ന് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകളൊക്കെ പലതും 10% അധികം കറക്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസത്തിൽ US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ US കോർട്ടിനോടൊരു പെർമിഷൻ ചോദിച്ചുകൊണ്ട് ഗൗതം അദാനിക്കും അതുപോലെ തന്നെ സാഗർ അദാനിക്കും അവർ രണ്ടുപേർക്കും ഇമെയിൽ വഴി സമൻസ് അയക്കുന്നതിൻ്റെ ഒരു പെർമിഷൻ ചോദിച്ചുകൊണ്ട് ഒരു കോർട്ടിൻ്റെ പെർമിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സ്റ്റോക്കുകൾ വലിയൊരു കറക്ഷൻ നടന്നത്. എന്തായാലും നമുക്ക് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തിൽ കറക്റ്റ് ചെയ്തത്. നമ്മളിപ്പോൾ കാണുന്നത് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്നുള്ള കമ്പനി കഴിഞ്ഞ ദിവസത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 1308-ലാണ്. 7.48% കറക്ഷനോട് കൂടിയാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് ഈ അദാനി ഗ്രൂപ്പായിട്ടുള്ള യൂസിൻ്റെ ഇതുപോലെയുള്ള കുറച്ച് ആക്ഷൻസ് നമ്മൾ എന്തായാലും ഇപ്പോഴത്തെ ഒരു ഇന്ത്യയും യൂസും തമ്മിൽ നടക്കുന്ന ഈ ഒരു ട്രേഡ് താരിഫിൻ്റെ ഒരു വാറുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മൾ കണ്ടാൽ മതി. എന്തായാലും അദാനി പോർട്സ് എന്നുള്ള സ്റ്റോക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോർട്സ് ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ അവിടെ നിന്ന് അദാനി ഗ്രൂപ്പിന് അഗൻസ്റ്റായിട്ട് എടുക്കുന്ന ആക്ഷൻസിനെ ഇന്ത്യൻ ഗവൺമെൻറ് വളരെ സ്റ്റേണായിട്ട് തന്നെ എതിർക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഷോർട്ട് ടൈം ആയിട്ടുള്ളൊരു കറക്ഷനായിട്ട് കണ്ടാൽ മതി. താഴെ ലെവലിൽ വീണ്ടും ആഡ് ചെയ്യാനായിട്ടൊക്കെ അവസരമുള്ളവർക്ക് ഇങ്ങനെയുള്ള കറക്ഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ കണ്ട ഒരു റാലിയാണ് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസത്തിൽ ഒരു 10%-ലധികം, അത് നോക്കുകയാണെങ്കിൽ ഒരു 2 ഡേയ്സിൽ 20%-ഓളൊക്കെ ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുകയുണ്ട്. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. 67 ലെവലിലേക്കാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഈ സ്റ്റോക്ക് ഒരു വലിയ മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 30 ലെവലിൽ നിന്നുള്ളൊരു റാലിയാണ് ഈ സ്റ്റോക്ക് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ സ്റ്റോക്കിൻ്റെ വളരെ നല്ല റിസൾട്ടിനെ തുടങ്ങിയുള്ള റാലി ഒരു 78 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്യാനുള്ള പൊട്ടൻഷ്യലുണ്ട് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിന്. അതുപോലെ കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ കണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാർട്ടാണ് ഇന്ത്യയുടെ റുപ്പി ഡോളറിനെ അഗൻസ്റ്റ് മൂവ് ചെയ്ത് 92 ലെവലിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ റുപ്പിയുടെ ചാർട്ടാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇതിൽ കുറേയധികം ഗോൾഡിൻ്റെയും അതുപോലെ തന്നെ കമോഡിറ്റിയുടെയും ഇക്വിറ്റി മാർക്കറ്റിൻ്റെയും മൂവ്മെൻറ്റിനുമായിട്ട് കുറേയധികം റിഫ്ലക്ഷൻ ഇതിൽ റുപ്പിയിൽ വരുന്നുണ്ട്. റുപ്പി ഇനിയും ഈ വീക്ക്നെസ് കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് എക്സ്പെർട്സിൻ്റെയൊക്കെ ഒപ്പീനിയൻ. അതുപോലെ
നമുക്ക് കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ കുറേയധികം കമ്പനികൾ അടുത്ത വീക്കിൽ ഡിവിഡൻസ് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കുറേയധികം പേർക്കും അറിയാത്തൊരു കാര്യമാണ് ലിസ്റ്റഡ് കമ്പനികൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. ആ സ്റ്റോക്കുകൾ നമ്മൾ ഈവൻ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന ആഴ്ചയിൽ റെക്കോർഡ് ഡേറ്റിന് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഡിവിഡൻഡ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കമ്പനികളിൽ നിന്ന് നേരിട്ട് ക്രെഡിറ്റ് കിട്ടുമെന്നുള്ള കാര്യം ഈവൻ പലർക്കും ഇപ്പോഴും അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് വലിയൊരു ഇൻകമാണ്, പലർക്കും അത് ട്രൈ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ ഡിവിഡൻഡ് ആ റെക്കോർഡ് ഡേറ്റ് കഴിഞ്ഞ് നമുക്ക് ആ ഡിവിഡൻഡ് കിട്ടുന്നതോടുകൂടി നമ്മളത് വിൽക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ആ ഡിവിഡൻഡ് പലപ്പോഴും നമുക്ക് ആ സ്റ്റോക്ക് അതിനുശേഷം മുകളിലേക്ക് മൂവ് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രോഫിറ്റും ലഭിക്കും, അതുപോലെ തന്നെ ഡിവിഡൻഡ് ലഭിക്കും. തിയററ്റിക്കലി എക്സ് ഡിവിഡൻഡ് ആകുമ്പോൾ സ്റ്റോക്ക് താഴേക്ക് വരുമെന്നാണെങ്കിലും പലപ്പോഴും സ്റ്റോക്കുകൾ മുകളിലേക്ക് തന്നെയാണ് മൂവ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചയിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന കമ്പനികൾ പെർസിസ്റ്റൻറ്റ് സിസ്റ്റംസ് ആണ്. ഈ കമ്പനി 22 റുപ്പീസിൻ്റെ ഡിവിഡൻഡ് പെർ ഷെയറാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് January 27 ആണ്. അതുപോലെ മറ്റൊരു കമ്പനിയാണ് IT മേജറായിട്ടുള്ള വിപ്രോ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. കമ്പനി 6 റുപ്പീസ് ഡിവിഡൻ്റാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. റെക്കോർഡ് ഡേറ്റ് January 27 ആണ്. അതുപോലെ മറ്റൊരു കമ്പനിയാണ് ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്ട്സ് ലിമിറ്റഡ്. കമ്പനി ഡിവിഡൻ്റായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് 5 റുപ്പീസാണ് ഒരു ഷെയറിന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ റെക്കോർഡ് ഡേറ്റായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് January 30 ഫ്രൈഡേ ആണ് റെക്കോർഡ് ഡേറ്റായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ SRF ലിമിറ്റഡ് മറ്റൊരു കമ്പനിയാണ്. 5 റുപ്പീസാണ് ഡിവിഡൻ്റായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. January 27 ആണ് SRFൻ്റെ ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ്. അതുപോലെ കോഫോർജ് 4 റുപ്പീസ് ഷെയറാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. January 31 ആണ് റെക്കോർഡ് ഡേറ്റ്. അതുപോലെ തന്നെ യുണൈറ്റഡ് സ്പിരിറ്റ്സ് 6 റുപ്പീസിൻ്റെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ആ സ്റ്റോക്കിൻ്റെ റെക്കോർഡ് ഡേറ്റ് വരുന്നത് January 27 ആണ്. അപ്പോൾ അതുപോലെ തന്നെ കേസോൾസ് ഇന്ത്യ എന്നുള്ള കമ്പനിയുടെ ഡിവിഡൻഡ് 5 രൂപയാണ്. അതും January 27 ആണ് റെക്കോർഡ് ഡേറ്റായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിവിഡൻഡുകൾ ഈ സ്റ്റോക്കുകളിലൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ കുറേയധികം കമ്പനികൾ ഡിവിഡൻഡുകൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. പലതും ഇൻ്ററിം ഡിവിഡൻഡ് ആയതുകൊണ്ട് തന്നെ ഈ മാസത്തെ തേർഡ് ക്വാർട്ടറിലാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ലഭിക്കണമെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ വന്ന കുറച്ച് നല്ല ക്വാർട്ടർ റിസൾട്ട്സ് നമുക്ക് നോക്കാം. വളരെ ഫാസ്റ്റായിട്ട് നമുക്കൊന്ന് നോക്കുമ്പോൾ അദാനി ടോട്ടൽ ഗ്യാസിൻ്റെ നമുക്ക് റിസൾട്ട് നോക്കുമ്പോൾ സെയിൽസ് 16% ഉയർന്ന് 1507 ക്രോർസിലേക്കും നെറ്റ് പ്രോഫിറ്റ് 11% ഉയർന്ന് 159 ക്രോർസിലേക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ ബ്ലൂ സ്റ്റോൺ ജ്വല്ലറി ആൻഡ് ലൈഫ് സ്റ്റൈൽ ലിമിറ്റഡ് സെയിൽസ് 27% ഉയർന്ന് 748 ക്രോർസിലേക്കും നെറ്റ് പ്രോഫിറ്റ് 366% ഒരു ജമ്പോടുകൂടി 71.5 ക്രോർസിലേക്കും വന്നിട്ടുണ്ട്. അതുപോലെ എറ്റേണൽ ലിമിറ്റഡ് സെയിൽസ് 202% ഉയർന്ന് 16,315ലേക്കും നെറ്റ് പ്രോഫിറ്റ് 73% ഉയർന്ന് 102 ക്രോർസിലേക്കാണ് വന്നിട്ടുള്ളത്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡിൻ്റെ സെയിൽസ് 4% ഉയർന്ന് 1,15,153 ക്രോർസിലേക്കും നെറ്റ് പ്രോഫിറ്റ് 58% നല്ലൊരു റാലിയോടുകൂടി 4,011 ക്രോർസിലേക്കും വന്നിട്ടുണ്ട്. അതുപോലെ ഇൻഫോബീൻസ് ടെക്നോളജീസിൻ്റേത് സെയിൽസ് 40% ഉയർന്ന് 134 ക്രോർസിലേക്കും നെറ്റ് പ്രോഫിറ്റ് 173% ഉയർന്ന് 19.3 ക്രോർസിലേക്കും വന്നിട്ടുണ്ട്. അതുപോലെ കെയ്റ്റാൻ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് സെയിൽസ് 34% ഉയർന്ന് 266 ക്രോർസിലേക്കും നെറ്റ് പ്രോഫിറ്റ് 63% ഉയർന്ന് 20.4 ക്രോർസിലേക്കും വന്നിട്ടുണ്ട്. അതുപോലെ ശ്രീറാം ഫിനാൻസിൻ്റെ സെയിൽസ് 14% ഉയർന്ന് 12,171 ക്രോർസിലേക്കും നെറ്റ് പ്രോഫിറ്റ് 18% ഉയർന്ന് 2,530 ക്രോർസിലേക്കും വന്നിട്ടുണ്ട്. ടാൻല പ്ലാറ്റ്ഫോംസ് സെയിൽസ് 12% ഉയർന്നു 1,121 ക്രോർസിലേക്ക് വന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ്
11% ഉയർന്ന് 131 ക്രോർസിലേക്കും വന്നിട്ടുണ്ട്. അതുപോലെ വാരി എനർജീസ് സെയിൽസ് 119% ഉയർന്ന് 7,565 ക്രോർസിലേക്കും, നെറ്റ് പ്രോഫിറ്റ് 158% ഉയർന്ന് 1,107 ക്രോർസിലേക്കും വന്നിട്ടുണ്ട്. സെൻസാർ ടെക്നോളജീസ് അതുപോലെ സെയിൽസ് 8% ഉയർന്ന് 1,431 ക്രോർസിലേക്കും, നെറ്റ് പ്രോഫിറ്റ് 37% ഉയർന്ന് 200 ക്രോർസിലേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ കുറേയധികം കമ്പനികൾ നല്ല റിസൾട്ട്സ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ റിസൾട്ട്സ് എല്ലാം നമുക്കിനിയും നമ്മൾ വരും ദിവസങ്ങളിലും വാച്ച് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയുണ്ടായി, ഞങ്ങളുടെ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാകുകയാണെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് ആ വീഡിയോകളിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ കുറേയധികം പേര് വളരെ നല്ല കമൻറ്റുകൾ നൽകുകയുണ്ടായി. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള ഫീഡ്ബാക്കുകൾ നിങ്ങളത് നിങ്ങളുടെ എക്സ്പീരിയൻസുകളൊക്കെ അങ്ങനെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്, ഞാൻ ഒരുപക്ഷെ നിങ്ങൾ എന്നെ മാത്രമാവും ഈ വീഡിയോയിലൂടെ കാണുന്നത്, പക്ഷേ കുറേയധികം പേര് ഇതിൻ്റെ പിന്നിൽ കുറേയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വീക്കിൽ ഇപ്പോൾ നമ്മൾ ഈ ക്വാർട്ടർലി റിസൾട്ട്സിനെയൊക്കെ അനലൈസ് ചെയ്യും, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് കമ്പയർ ചെയ്യാനും ത്രൂ ഔട്ട് എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്ന സ്റ്റാഫുണ്ട് ട്രിപ്പിൾ പ്രോഫിറ്റ് അനലറ്റിക്സിൻ്റെ. അതുപോലെ തന്നെ ഇതിൻ്റെ വീഡിയോയുടെ ഷൂട്ട് ചെയ്യുന്നതിനൊക്കെ എറണാകുളത്ത് നിന്ന് തന്നെ ഞങ്ങളുടെ ഒരു ടീം വന്നതിന് ശേഷം അവർ ഇതിൻ്റെ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഇതിനൊക്കെ ഞങ്ങളുടെ കൂടെയുള്ള വർഷങ്ങളായിട്ടുള്ള ടീമാണ് ഇവരൊക്കെ. ഇതിൽ വീഡിയോൻ്റെ ഇത്രയധികം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ പ്രൊഫഷണലായിട്ടുള്ള അങ്ങനെ ഒരു ക്യാമറ ടീമിനെയും ക്രൂവിനെയും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് മലയാളികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൾച്ചർ കൊണ്ടുവരാമെന്നുള്ളത് തന്നെയാണ്. അതിൽ കുറേയധികം സക്സസ്ഫുൾ ആയിട്ടുണ്ട്. കുറേയധികം പേർക്ക് അവരെ മാർക്കറ്റ് സൈക്കിളിലും ഡൗൺ സൈക്കിളിലും അവരെ നമ്മൾ അവർ ലോസ് ബുക്ക് ചെയ്യാതെ അവരെ കൈപിടിച്ച് അടുത്ത മാർക്കറ്റിൻ്റെ അപ്വേർഡ് സൈക്കിൾ വരെയും നിലനിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ മാർക്കറ്റിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയൊക്കെ കുറേയധികം റവന്യൂ നേടുന്ന ഒരു പീരീഡിലൂടെയല്ല നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് കുറേയധികം റിസർവ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ നല്ല മാർക്കറ്റ് കണ്ടീഷൻ സമയത്തൊക്കെ കുറേ റിസർവ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള എല്ലാ കോസ്റ്റുകളും മീറ്റ് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നു. അപ്പോൾ അത് ഞങ്ങളുടെ ഈ ഒരു എഫേർട്ട് എസ്പെഷ്യലി നിങ്ങൾ തരുന്ന ഒരു മോട്ടിവേഷനിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതുകൊണ്ട് ഗുണം ലഭിക്കുന്നത് എന്നുള്ള ആ ഒരു ഫീഡ്ബാക്ക് കൂടെ ലഭിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. പലപ്പോഴും ഞാൻ കേൾക്കുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്, എന്തിനാണ് ഈ 1 മണിക്കൂറിൻ്റെ വീഡിയോസ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഞങ്ങൾ ഇത്രയും ഈ കോസ്റ്റ് മീറ്റ് ചെയ്തുകൊണ്ട് ഇത്രയും ടീം ഈവൻ എറണാകുളത്ത് നിന്ന് അവർ ട്രാവൽ ചെയ്ത് ഇവിടെ വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറേ കണ്ടൻറ്റ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും നിങ്ങളുടെ കോൺഫിഡൻസ് ഓരോ മാർക്കറ്റിൻ്റെ ഡൗൺ സൈക്കിളിൽ കീപ്പ് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുക എന്നുള്ള ഒരു പർപ്പസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്ന ഒരു വീഡിയോ കാണാനായിട്ടും അതിൽ നിന്ന് വരുന്ന പോസിറ്റീവ് കണ്ടൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റിൻ്റെ ഇതൊരു സൈക്കിൾ മാത്രമാണ്. ഈ സൈക്കിളിൽ ഒരു ഡൗൺ താഴെ കൂടെ പോകുന്നത്, നമ്മളൊരു യാത്ര പോകുമ്പോൾ ഒരു ഇറക്കത്തിലൂടെ പോകുന്നതും അത്രയും തന്നെയേ ഉള്ളൂ ഇതിന് ഇമ്പോർട്ടൻസ് ഉള്ളൂ. അടുത്ത മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിലും മാർക്കറ്റ് തിരിച്ച് കയറി വരുന്ന സമയത്ത് ഇവിടെ നിന്ന് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ഓടിക്കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് പുറത്താകുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നൊരു കാര്യം. കഴിഞ്ഞ സെൻസെക്സിൻ്റെ 40 വർഷത്തിൻ്റെ ആ യാത്ര കണ്ട ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. മാർക്കറ്റിൻ്റെ ഉയർച്ചയുണ്ടാവും, താഴ്ചയുണ്ടാവും. നമ്മൾ വാങ്ങിയ സ്റ്റോക്കുകളിൽ കയറുകയും ചെയ്യും, താഴെയും ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ കയറുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും അല്ലെങ്കിൽ പാർട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ സ്റ്റോക്കുകൾ കോസ്റ്റ് ഫ്രീ ആക്കുകയും ഇതുപോലെയൊക്കെയുള്ള ഐഡിയകൾ ചെയ്യാം. മാർക്കറ്റ് താഴുന്ന സമയത്ത് നമുക്ക് ബൈ ബിലോ എന്നുള്ള ആ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ സ്റ്റോക്കുകളെ വീണ്ടും കുറേ കൂടെ സ്റ്റോക്കുകൾ ആഡ് ചെയ്ത് നമ്മൾക്ക് നമ്പർ ഓഫ് സ്റ്റോക്സ് കൂട്ടി ആ സ്റ്റോക്കിനെ
കമ്പനിക്ക് ഫണ്ടമെൻ്റലി യാതൊരു പ്രശ്നവും ഇല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ സ്റ്റോക്കുകൾ കൂട്ടി അടുത്ത സ്റ്റോക്കിൻ്റെ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രോഫിറ്റിലാക്കാവുന്ന രീതിയിൽ നമ്മൾ പൊസിഷൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം എഡ്യൂക്കേറ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കൂടെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു എഫർട്ട് വേണം. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ നോക്കുമ്പോൾ ജിൻഡാൽസോ 14% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ ഹിന്ദുസ്ഥാൻ സിങ്ക് 9% ഉയർന്നും, ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ 7% ഉയർന്നും, ഡോക്ടർ റെഡ്ഡീസ് ലാബ് 5% ഉയർന്നും, അശോക് ലൈലൻഡ് 4% ഉയർന്നും, GT&D 3% ഉയർന്നും, PV ഫിൻടെക് 3% ഉയർന്നും, ബന്ധൻ ബാങ്ക് 3% ഉയർന്നും, ഫെഡറൽ ബാങ്ക് 3% ഉയർന്നും, ആവാസ് ഫൈനാൻഷ്യൽസ് 3% ഉയർന്നും, APL അപ്പോളോ ട്യൂബ്സ് 3% ഉയർന്നും, ജനറൽ ഇൻഷുറൻസ് 2% ഉയർന്നും, കോൾഗേറ്റ് പാമോലിവ് 2% ഉയർന്നും, സൺ TV നെറ്റ്വർക്ക് 2% ഉയർന്നും, ഇന്ത്യൻ ബാങ്ക് 2% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ FIS 14,652 ക്രോർസിൻ്റെ സെല്ലേഴ്സായിരുന്നു. അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 20,746.1 ക്രോർസിൻ്റെ ബയേഴ്സും ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ കഴിഞ്ഞ ആഴ്ചയിൽ വീക്ക്ലി ട്രേഡിംഗ് പാറ്റേൺ ആണ്. 16th ജാനുവരിയിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തത് 25,694 19th ജാനുവരി നിഫ്റ്റി 108 പോയിൻറ്റ്സ് താഴ്ന്നും, 20th ജാനുവരി 353 പോയിൻറ്റ്സ് താഴ്ന്നും, 21st ജാനുവരിയിൽ 75 പോയിൻറ്റ്സ് താഴ്ന്നും, അതിനുശേഷം 22nd ജാനുവരിയിൽ 132 പോയിൻറ്റ്സ് ഉയർന്നും, 23rd ജാനുവരിയിൽ 241 പോയിൻറ്റ്സ് താഴ്ന്നും നിഫ്റ്റി ക്ലോസ് ചെയ്തത് 25,048 കഴിഞ്ഞ ആഴ്ചയിൽ 645 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടിയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ചാർട്ടിൽ നമുക്ക് കാണാം നിഫ്റ്റി ജനുവരി മന്തിൽ 1080 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടിയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്തിരിക്കുന്ന നോക്കുമ്പോൾ 200 DMA വരുന്നത് 25,142 100 DMA വരുന്നത് 25,598 20 DMA വരുന്നത് 25,792 50 DMA വരുന്നത് 25,924 നമ്മളിപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് നോക്കേണ്ടത് നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം 25,048 അതായത് 200 DMA വരുന്ന 25,142 താഴെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതൊരു ക്രൂഷ്യൽ ലെവലാണ്. 200 DMA ബ്രേക്ക് ചെയ്ത് ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് റീബൗണ്ട് ചെയ്യാവുന്ന ഒരു ലെവലിലാണ്. നമുക്കറിയാം അടുത്ത സൺഡേ ആണ് ബജറ്റ് വരുന്നത്. അപ്പോൾ ആ ബജറ്റിന് മുന്നോടിയായിട്ടുള്ളൊരു കറക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടുന്ന് റീബൗണ്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിഫ്റ്റി വീണ്ടും 26,000 ലെവലിലേക്ക് വരാവുന്നൊരു കറക്ഷനാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. പക്ഷേ ഏതെങ്കിലും ഒരു നെഗറ്റീവ് ഇവൻറ്റ് ഗ്ലോബലി വരികയാണെങ്കിൽ ഈ 200 DMA ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ലെവലിലേക്കും മൂവ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ക്ലോസിംഗ് ആണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മൾ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കുമ്പോൾ നമുക്ക് കാണാം പിവറ്റ് പോയിൻ്റ് വരുന്നത് 25,206 ആ ലെവലിന് മുകളിൽ റെസിസ്റ്റൻസുകൾ 25,494 25,940 26,228 26,681 എന്നീ ലെവൽസാണ്. അത് സമയം 25,206 താഴെ സപ്പോർട്ട് ലെവലുകൾ 24,817 24,337 23,917 23,559 23,352 22,835 21,745 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ നിഫ്റ്റിയുടെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു ട്രേഡിംഗ് റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 26,228 ലോവർ റേഞ്ച് 24,337 ആണ്. പ്യുവറ്റ് പോയിൻ്റ് ആയിട്ട് നിൽക്കുക 25,206 ആയിരിക്കും. അടുത്തായിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്കിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റോക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 43 ഈ ലെവലിന് മുകളിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അടുത്ത റെസിസ്റ്റൻസ് 53 അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് കിറ്റക്സ് ഗാർമെൻറ്റ്സ് ആണ്. ഈ സ്റ്റോക്ക് 163 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ സ്റ്റോക്ക് 163 മുകളിലേക്ക് ഒരു മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ
80 ആയിരിക്കും അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ. എന്തായാലും നമുക്കറിയാം US-ൻ്റെ ഈ താരിഫുകൾ 50% താരിഫ് വന്നതിന് ശേഷം ടെക്സ്റ്റൈൽ സെക്ടറിലുള്ള സ്റ്റോക്കുകളിലൊക്കെ ഒരു കറക്ഷനിലോടുകൂടി ഒരു 300-ന് മുകളിൽ നിന്നൊക്കെയുള്ള ഒരു വലിയ കറക്ഷന് ശേഷം കിറ്റക്സ് ഗാർമെൻറ്റ്സ് ഒരു വലിയ കറക്ഷനിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസത്തിൽ ഈ സ്റ്റോക്ക് ഫ്രൈഡേയിൽ 8% ഉയർന്നാണ് ക്ലോസ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസത്തിൽ ഈ കമ്പനിയുടെ കിറ്റക്സിൻ്റെ ഒരു പ്രൊമോട്ടറിൻ്റെ ഒരു ലിങ്ക്, അവർക്കൊരു ലിങ്കുള്ളൊരു പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട്, കേരള ബേസ്ഡാണ്, 2020 എന്നുള്ളൊരു ഒരു പാർട്ടിയുണ്ട്. അവർ NDA എന്നുള്ള റൂളിംഗ് സെൻട്രൽ ഗവൺമെൻറ് ഭരിക്കുന്ന NDA എന്നുള്ള പാർട്ടിയായിട്ടൊരു അലയൻസ് കഴിഞ്ഞ ആഴ്ചയിൽ പ്രഖ്യാപിച്ചപ്പോഴാണ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കാരണം നമുക്കറിയാം അവർ വലിയൊരു ഇഷ്യൂവിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ട്രേഡ് താരിഫിൻ്റെ വാറ് വന്നതിന് ശേഷം ഇവർ മേജറായിട്ടും കിറ്റക്സ് US-ലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നൊരു കമ്പനിയാണ്, നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വലിയ രീതിയിൽ ഇമ്പാക്റ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു NDA ആയിട്ടുള്ള പുതിയ അലയൻസോടുകൂടി അവർക്ക് കുറേയധികം വിസിബിലിറ്റി കൂടുന്നുണ്ട്, കുറേയധികം പാൻ ഇന്ത്യ കുറേ കൂടി ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതും, അതുപോലെ തന്നെ കുറേയധികം അവരുടെ ഗവൺമെൻറ്റിൻ്റെ പോളിസിയിലേക്കൊക്കെ ആക്സസ് ലഭിക്കാനുള്ളൊരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കിറ്റക്സ് ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ ഒരു 200 ലെവലിലേക്കൊക്കെ വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ്. അപ്പോൾ പലരും ഞാൻ എൻ്റെ വീഡിയോയിൽ കിറ്റക്സ് എന്നുള്ള സ്റ്റോക്കിനെ കുറിച്ച് സംസാരിക്കാറില്ല എന്ന് കംപ്ലൈൻറ്റ് പറയാറുള്ളതാണ്. നമുക്ക് ബേസിക്കലി കിറ്റക്സിനെ കുറിച്ച് ഞാൻ സംസാരിക്കാതിരിക്കാറുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കമ്പനിക്ക് ഇന്ത്യയിൽ ബിസിനസ് വളരെ കുറവായിരുന്നുകൊണ്ട് നമുക്ക് പലപ്പോഴും അവരുടെ ബിസിനസ്സിന് എങ്ങനെയാണ് ഇമ്പാക്ട്സ് പല ഡിസിഷൻസും വരുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഞാനതിനെ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. ബേസിക്കലി അതെനിക്ക് മനസ്സിലാകാറില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ തീരുമാനങ്ങൾ ഒരു പക്ഷേ നമ്മൾ കണ്ടു, കമ്പനി തെലങ്കാനയിൽ പുതിയ ഫാക്ടറിയൊക്കെ തുടങ്ങി അങ്ങോട്ട് മൂവ് ചെയ്തപ്പോൾ ആ സമയത്ത് ഒരു റാലിയൊക്കെ നടത്തുകയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇവർക്ക് ഇനി ഇന്ത്യയിലെ മേജറായിട്ടുള്ള എല്ലാ സ്റ്റേറ്റുകളിലും ബിസിനസ് തുടങ്ങാനും ഫാക്ടറികൾ തുടങ്ങാനും അങ്ങനെയൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസാണ് ഇതിലൂടെ കമ്പനി ആസ് എ കമ്പനി, ഞാൻ പൊളിറ്റിക്സ് അല്ല സംസാരിക്കുന്നത്, ആസ് എ കമ്പനി ഇവർക്ക് കുറേയധികം സപ്പോർട്ട്സ് ലഭിക്കും എന്നുള്ളതും, കമ്പനിയുടെ പ്രോഡക്ട്സ് വളരെ നല്ലതാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് തന്നെ ഓൾറെഡി വളരെ ബീറ്റൺ ഡൗൺ ആയിട്ടുള്ള ലെവലിൽ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കിറ്റക്സ് ഇപ്പോഴൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യാവുന്നൊരു ഒരു സ്റ്റോക്കാണ്. ഇപ്പോഴത്തെ നമുക്കറിയാം ഓൾറെഡി നമുക്ക് കാണാം 163 എന്നുള്ള ഒരു ഏറ്റവും ലോവർ ലെവലിൽ നിന്നാണ് ആ റീബൗണ്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ AAA ടെക്നിക്കൽ പിക്കായിട്ട് ഇന്ന് നമ്മൾ കിറ്റക്സ് ഗാർമെൻറ്റ്സിനെ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്കൗട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. അശോക് ലൈലൻഡ്, വേദാന്ത, ഹിൻഡാൽകോ, ബാങ്ക് ഓഫ് ബറോഡ, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകൾ ഒരു വളരെ നല്ല അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റോക്കുകൾ നമ്മുടെ വാച്ച് ലിസ്റ്റ് കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിന്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.